ബോട്ടണി. ഇപ്പൊ ഇന്ന് ഞാൻ കുറേ ദിവസമായി ഒരു എക്സാം ക്വിക്ക് റിവിഷൻ സീരീസ് വേണമെന്ന് നീറ്റ് കുട്ടികൾ പറയുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും സെക്കൻഡ് ഇയറിന്റെ ഇതേപോലെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എക്സാം ക്വിക്ക് റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സൗകര്യത്തിനനുസരിച്ച് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഒരു ചാപ്റ്റർ ഇപ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇതാ എക്സാം ക്വിക്ക് റിവിഷൻ പിടിച്ചോളൂ. ഓക്കെ, അപ്പൊ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ഒരു വലിയ ചാപ്റ്റർ, നല്ല രസമുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ നമ്മളൊരു ക്വിക്ക് റിവിഷൻ ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. നോക്കാം, കുറെ പേര് ചോദിക്കുന്നുണ്ട് ഈ ക്വിക്ക് റിവിഷൻ. മോർഫോളജി നമുക്കറിയാം, എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് പ്ലാന്റ്സ്, പ്ലാന്റ്സിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, പ്ലാന്റ്സിന്റെ ആവട്ടെ ആനിമൽസിന്റെ ആവട്ടെ ഒക്കെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ നമ്മള് മോർഫോളജി എന്ന് പറയും. നല്ല ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. അപ്പൊ ഒരു പ്ലാന്റിന്റെ മോർഫോളജിയിലുള്ള പാർട്ടുകളാണ്. നോക്കൂ, റൂട്ട് സിസ്റ്റം ഉണ്ട്, ഷൂട്ട് സിസ്റ്റം ഉണ്ട് അല്ലെ, താഴെ കാണുന്ന റൂട്ട് സിസ്റ്റം, ഷൂട്ട് സിസ്റ്റം. ഇതൊന്നും നിങ്ങൾക്ക് കുറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഷൂട്ട് സിസ്റ്റത്തിൽ ലീഫ്, സ്റ്റെം, ഫ്രൂട്ട്, ഫ്ലവർ ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നീട് റൂട്ട് സിസ്റ്റം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങാം. റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് ഗ്രൂസ് അണ്ടർ ദ സോയിൽ, സോയിലിന്റെ താഴെ വളരുന്ന ഭാഗത്തിന് നമ്മൾ റൂട്ട് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, പിന്നീട് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഈ റൂട്ട് സിസ്റ്റം 3 ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് ആണ് ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെ. പിന്നെ ബാക്കി ഏതൊക്കെയാ? ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. അപ്പൊ അതിലെ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് നമ്മള് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിലുള്ള പ്രത്യേകത. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രൈമറി റൂട്ട് ഓർ ടാപ്പ് റൂട്ട്. Then the tap root which grows directly into the soil. ഒരു ടാപ്പ് റൂട്ട് ഉണ്ടാവും, അത് സോയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്ന ഒരു ടാപ്പ് റൂട്ട് ഉണ്ട്. പിന്നീട് ലാറ്ററൽ, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി റൂട്ട്സ് അറൈസ്ഡ് ഫ്രം ഇറ്റ് അല്ലെ. ലാറ്ററൽ റൂട്ട് അതായത് സെക്കൻഡറി റൂട്ട്സ്, ടെർഷ്യറി റൂട്ട്സ് ഒക്കെ അതിന്റെ മുകളിൽ നിന്നുണ്ടാവും. സീൻ ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ്, എക്സാമ്പിൾ മസ്റ്റാർഡ് അല്ലെ. ഒരു ഡൈക്കോട്ട് പ്ലാന്റുകളിലാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം കാണുന്നത്. അപ്പൊ ടാപ്പ് റൂട്ട് സിസ്റ്റം ഏതിൽ കാണുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഡൈക്കോട്ട്സ് ഉറപ്പാണ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാന്നേ ഉള്ളൂ. പിന്നീടുള്ളതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോകോട്ട് പ്ലാന്റുകളിലൊക്കെ കാണുന്ന റൂട്ട് സിസ്റ്റം. പ്രൈമറി റൂട്ട് ഷോർട്ട് ലീവ്ഡ് അല്ലെ, അതിലെ പ്രൈമറി റൂട്ട് ഷോർട്ട് ലീവ്ഡ് ആണ്. പിന്നെ എന്ത് ചെയ്യുന്നു? ലാർജ് നമ്പർ ഓഫ് റൂട്ട്സ് അറൈസ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന് ഒരുപാട് റൂട്ടുകളെ ഒന്നിച്ച് അറൈസ് ചെയ്യുന്ന, ഒരേപോലെയുള്ള കുറെ റൂട്ടുകൾ ഒന്നിച്ച് അറൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയാ. അതിന് എക്സാമ്പിൾ മോണോകോട്ട്സ്. പിന്നീട് നമ്മുടെ ബുക്കിൽ എക്സാമ്പിൾ പറയുന്നുണ്ട് വീറ്റ്, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ NCERT ബുക്ക് ബേസ്ഡ് ആണ്. നമ്മൾ +2-ന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ നീറ്റിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ ഈ ബുക്ക് തറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒക്കെ എഴുതാൻ പറ്റും കേട്ടോ. അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം ആണ് പിന്നീടുള്ള ഒരു റൂട്ട് സിസ്റ്റം. The part that derives from the part of the plant other than the root system. റൂട്ട് സിസ്റ്റത്തിൽ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് റൂട്ടുകളെ അറൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിന് പറയുന്ന പേരാണ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. അപ്പൊ ബനിയൻ ട്രീയിലൊക്കെ കാണുന്ന ആ തൂങ്ങിക്കിടക്കുന്ന റൂട്ട്സ്, അത് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം ആണ്. അപ്പൊ മക്കളെ ക്ലിയർ ആയില്ലേ? 3 ടൈപ്പ് റൂട്ട് സിസ്റ്റം ക്ലിയർ ആയിട്ടുണ്ടാവും. ക്ലിയർ ആയിട്ട് നോക്കുക, മനസ്സിലാക്കുക, തെറ്റിക്കരുത്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റ് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് കാണിക്കുന്നത്. പിന്നീടുള്ളത് റൂട്ട് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ആണ്. വളരെ ക്ലിയർ ആണ്. എന്താണ്? ഫസ്റ്റ് വൺ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ അല്ലെ. സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുക. പ്രൊവൈഡ് ആങ്കറേജ് ടു ദ പ്ലാന്റ്, മണ്ണിൽ പിടിച്ചു നിർത്തുക. സ്റ്റോറിംഗ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് അല്ലെ. പല പ്ലാന്റുകളിൽ, ഫോർ എക്സാമ്പിൾ ടാപ്പിയോക്ക പോലൊക്കെയുള്ള പ്ലാന്റുകളിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓൾസോ സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് റെഗുലേറ്റേഴ്സ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ്? റൂട്ട് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ആണ്. ക്ലിയർ? നോക്കൂ മക്കളെ, ഇനി റൂട്ടിന്റെ റീജിയൻസ് ആണ് പറയുന്നത്. റൂട്ടിന് എത്ര റീജിയൻ ഉണ്ട്? അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ പാർട്ട് മാത്രമായിട്ടൊക്കെ റൂട്ടിന്റെ കേട്ടോ, അത് വേണമെങ്കിൽ കാണാൻ നിങ്ങൾക്ക്. ഇവിടെ നോക്കാം, റൂട്ട് ക്യാപ്പ് റീജിയൻ ഉണ്ട്. പിന്നെ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, റീജിയൻ ഓഫ് എലോങ്കേഷൻ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഈ റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ റൂട്ട് ഹെയറിങ്സ് കാണുന്നുണ്ട്. ഫസ്റ്റ് വൺ, റൂട്ട് ക്യാപ്പ് റീജിയൻ. നോക്കൂ മക്കളെ, ഇതാണ് റൂട്ട് ക്യാപ്പ് റീജിയൻ. റൂട്ട് കവേർഡ് അറ്റ് ഇറ്റ്സ് അപെക്സ് ബൈ എ ക്യാപ്പ് which protects the tender apex and makes its way through the soil. റൂട്ട് ഒരു ക്യാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഫങ്ഷൻസ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ടെൻഡർ അപെക്സ്, അപെക്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആൻഡ്
and makes its way through the soil. സോയിലൂടെ തുളച്ച് കയറാൻ സഹായിക്കുന്ന ഭാഗമാണ് റൂട്ട് ക്യാപ്പ് റീജിയൻ. റൂട്ട് ക്യാപ്പ് റീജിയൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത റീജിയൻ ആണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. റൂട്ട് ക്യാപ്പ് റീജിയന്റെ above the root cap region cells very small thin walled സെല്ലുകളാണ് അവിടെ ഉണ്ടാവുക. എന്താണ് വിത്ത് dense cytoplasm അല്ലെ. and divide repeated ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ ഏരിയക്ക് പറയുന്ന പേരാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. then പിന്നീടുള്ള റീജിയൻ ആണ് റീജിയൻ ഓഫ് elongation. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്ന ഈ മെരിസ്റ്റമാറ്റിക് സെൽസിനാ which undergoes rapid elongation and enlargement responsible for the growth in length. നീളം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പൊ അതായത് ഈ റൂട്ടിന് എലോംഗേഷനും എൻലാർജ്മെന്റ് ഒക്കെ നടക്കുന്നു. പിന്നീടുള്ളതാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. The region of elongation undergoes differentiation. അതായത് ഓരോ സെല്ലുകൾ എന്തൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നു, സൈലോം ഫ്ലോയം അങ്ങനെയൊക്കെ ആയി മാറും. It undergoes differentiation and mature. Then പിന്നീട് ഈ ഒരു മെച്ചുർ റീജിയനിൽ കാണുന്നതാണ് റൂട്ട് ഹെയേഴ്സ്. റൂട്ട് ഹെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഡെർമൽ സെൽസ് വിത്ത് സ്മോൾ ഡെലിക്കേറ്റ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ which absorb water and minerals from the soil. അതായത് റൂട്ടിന്റെ മുകളിൽ കാണുന്ന വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്യുന്ന ആ ഏരിയക്ക് ആ ഹെയേഴ്സിന് പറയുന്ന പേരാണ് റൂട്ട് ഹെയർസ്. അതുകൂടി ഞാൻ കാണിക്കുക ചിത്രങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കുക. കണ്ടോ? The root cap region, region of meristematic activity, region of elongation, region of maturation. അപ്പൊ ഏത് റീജിയനിലാണ് റൂട്ട് ഹെയർസ് കാണുന്നത് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് റീജിയൻ എഴുതണം? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. പിന്നീട് റൂട്ടുകളും നടക്കുന്ന മോഡിഫിക്കേഷൻസ് ഉണ്ട് മക്കളെ. അപ്പൊ ഈ റൂട്ട് മോഡിഫിക്കേഷൻസ് നോക്കാം. എന്താണ് മോഡിഫിക്കേഷൻ? റൂട്ട്സ് ചേഞ്ച് their shape and structure to perform functions. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഫങ്ഷൻസ് അല്ലാതെ അതർ ദാൻ അബ്സോർപ്ഷൻ ആൻഡ് കണ്ടക്ഷൻ ഇതൊന്നും അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഫങ്ഷൻ, സാധാരണയുള്ള ഫങ്ഷൻ അല്ലാണ്ട് മറ്റു ഫങ്ഷൻസിന് വേണ്ടിയിട്ട് റൂട്ടിലെ സ്ട്രക്ചറിൽ അതിന്റെ ഷേപ്പിലൊക്കെ മാറ്റം വരുന്നതിനാണ് നമ്മൾ മോഡിഫിക്കേഷൻസ് എന്ന് പറയാം. അതിലെ ടാപ്പ് റൂട്ടുകൾ ചില പ്ലാന്റുകളിൽ ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ്, ടേണിപ്പ് ഇതിലൊക്കെ തന്നെ ടാപ്പ് റൂട്ടുകൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം. അഡ്വന്റീഷ്യസ് റൂട്ട്, സ്വീറ്റ് പൊട്ടാറ്റോയിലും അഡ്വന്റീഷ്യസ് റൂട്ടാണ് ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. പ്രോപ്പ് റൂട്ട് ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. എക്സാമിനൊക്കെ വൺ വേർഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ടേം ആണ് ഇത്. പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്നത് ബനിയൻ ട്രീയെ സപ്പോർട്ട് ചെയ്യുക. ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് ദാറ്റ് സപ്പോർട്ട് ബനിയൻ ട്രീ അല്ലെ. ആ ഹാങ്ങിങ് സ്ട്രക്ചേഴ്സിന് കണ്ടില്ല എന്ത് ഭംഗിയാ. ഇതിന് പറയുന്ന പേരാണ് പ്രോപ്പ് റൂട്ട്സ്. സ്റ്റിൽറ്റ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ടിന്റെ പ്രത്യേകത എന്താണ്? സപ്പോർട്ടിംഗ് റൂട്ട്സ് കമ്മിങ് ഔട്ട് ഓഫ് ദി ലോവർ നോഡ്സ് ഓഫ് ദി സ്റ്റെം. സ്റ്റെമ്മിന്റെ ലോവർ നോഡുകളിൽ നിന്ന്, താഴെയുള്ള നോഡുകളിൽ നിന്ന് വരുന്ന ഈ സപ്പോർട്ടിംഗ് റൂട്ടുകളാണ് സ്റ്റിൽറ്റ് റൂട്ട്സ് കേട്ടോ. ഈ പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട് ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് മെയ്സ്, ഷുഗർ കെൻ, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. പിന്നീടുള്ളതാണ് ന്യൂമാറ്റോഫോർ, ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ന്യൂമാറ്റോഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ്ലി ജിയോട്രോപിക് റൂട്ട്സ് ആണ്. മുകളിലോട്ട് വളരുന്ന റൂട്ടുകൾ. എന്ത്? സ്വാമ്പി ഏരിയാസിൽ വളരുന്ന പ്ലാന്റുകളിൽ കാണുന്ന നെഗറ്റീവ്ലി ജിയോട്രോപിക് റൂട്ട്സ് വിച്ച് ഗ്രോ അപ്വേർഡ്സ്. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് they are modified for respiration. റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അതിന് എക്സാമ്പിൾ റൈസോഫോറ. ശ്രദ്ധിക്കണം, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് റൈസോഫോറ. പിന്നീട് നമ്മൾ സ്റ്റെമ്മിലോട്ട് പോവാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ലീഫും ഫ്ലവറും ഫ്രൂട്ടും എല്ലാം ഉള്ള ഒരു പാർട്ടാണ് സ്റ്റെം എന്ന് പറയുന്നത്. അസെൻഡിങ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആക്സിസ് അല്ലെ. അതിൽ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പഠിക്കാം. നോഡ്, നോഡ് എന്ന് പറയുന്നത് എന്താണ്? റീജിയൻ ഓഫ് ദി സ്റ്റെം വേർ ലീഫ് ഒറിജിനേറ്റ്, ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ് നോഡ്. the portion between two nodes known as internode. രണ്ട് നോഡുകൾക്ക് ഇടയിലുള്ള സ്ഥലത്തിന് ഇന്റർനോഡ് എന്ന് പറയും. ഇവിടെ ബഡ്സ് ഉണ്ട്. ബഡ്സ് മേ ബി ആക്സിലറി ഓർ ടെർമിനൽ അല്ലെ. ആപ്പിക്കൽ ബഡ് കാണാം, അല്ലെങ്കിൽ ആക്സിലറി. ഇതിന്റെ ലീഫിന്റെ ആക്സിലുകളിൽ നിന്ന് അറൈസ് ചെയ്യുന്ന നോഡ്സ് എന്താണ്? ബഡുകൾ കാണാം. അപ്പൊ ഇതാണ് ഒരു ഷൂട്ട് സിസ്റ്റം മെയിൻ ആയിട്ട് കാണുന്നത്. അതിന്റെ ഫങ്ഷൻസ് ആണ് പിന്നീടുള്ളത്. ഫങ്ഷൻസ് ഓഫ് സ്റ്റെം: സ്പ്രെഡിങ് ഔട്ട് ബ്രാഞ്ചസ് ബെയറിംഗ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇതിനെ സ്പ്രെഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. കണ്ടക്ട്സ് വാട്ടർ, മിനറൽസ് ആൻഡ് ഫോട്ടോസിന്തസിസ്. വാട്ടർ, മിനറൽസ്, അതേപോലെ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ടുള്ള ഫുഡ് ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്യാം. പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. നേരത്തെ റൂട്ടിന്റെ കേസ് പറഞ്ഞ പോലെ സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഇതൊക്കെ സ്റ്റെമ്മിന്റെ ഫങ്ഷൻസ് ആണ്. ക്ലിയർ ആയോ? ഇതേപോലെ സ്റ്റെമ്മും തന്നെ അതർ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിട്ട് മോഡിഫൈ ചെയ്തതിനാണ് നമ്മൾ മോഡിഫിക്കേഷൻ എന്ന് പറയാം. അവിടെ സ്ട്രക്ചറും ഷേപ്പ് ഒക്കെ മാറുന്നു. അതിലെ ഫസ്റ്റ് വൺ അണ്ടർഗ്രൗണ്ട് സ്റ്റെം
മോഡിഫിക്കേഷൻ ഫോർ ഫുഡ് സ്റ്റോറേജ്. ഇപ്പൊ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ഇതൊക്കെ. ഏതൊക്കെയാ? പൊട്ടാറ്റോയില്, അതുപോലെ ജിഞ്ചറില്, ടർമറിക്, കൊളക്കേഷ്യ, ഇതിലൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. Then it also serve as organs of venation to tide over unfavorable condition. അല്ലെ, അപ്പൊ ഇതിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നീടുള്ളതാണ് സ്റ്റെം ടെൻഡ്രിൽസ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെം ടെൻഡ്രിൽസ് എന്താണ്? slender spirally coiled structures developed from the axillary buds which help the plants to climb. അപ്പൊ ക്ലൈംബിങ്ങിന് സഹായിക്കുന്ന കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ സ്റ്റെം ടെൻഡ്രിൽസ് എന്ന് പറയാം കേട്ടോ. അതിന് എക്സാമ്പിൾ പാസിഫ്ലോറ, അതുപോലെ കുക്കുംബർ അല്ലെ, കുക്കുംബർ, വെള്ളരി, പംകിന്, വാട്ടർമെലൺ, ഇതൊക്കെ തന്നെയാണ് ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ കുറെ ഒന്നിച്ചു വരുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ വരുമ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. തെറ്റിക്കരുത്. പിന്നീട് തോൺസ് ആണ്. തോൺസ് എന്ന് പറഞ്ഞാൽ axillary buds of the stem get modified into woody striped and pointed structures. എന്താണ്? woody ആയിട്ടുള്ള striped pointed structuresനാണ് നമ്മള് തോൺസ് എന്ന് പറയാം. ആക്സിലറി ബഡുകളിൽ നിന്നാണ് തോൺസ് ഉണ്ടാകുന്നത്. അവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് പ്ലാന്റ്സ് അല്ലെ, പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ സിട്രസ്, ബോഗൻവില്യ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. തോൺസ്, സ്ട്രൈറ്റ് പോയിന്റഡ് വുഡി സ്ട്രക്ചേഴ്സ്, അത് ശ്രദ്ധിക്കുക. ഒപ്പൻഷ്യയിൽ ഒരു മോഡിഫിക്കേഷന്റെ സ്റ്റെം, അത് നമുക്കൊക്കെ അറിയുന്ന മോഡിഫിക്കേഷൻ ആണ്. എന്താണ്? സ്റ്റെം ഫ്ലാറ്റ് ആൻഡ് ഫ്ലഷി സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആയിട്ട് മാറും അല്ലെ. സ്റ്റെം ബിക്കംസ് ഫ്ലാറ്റൻഡ് ആൻഡ് ഫ്ലഷി സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് which contain chlorophyll അല്ലെ, ഗ്രീൻ കളർ ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടു ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ് അല്ലെ, സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ. ലീഫുകളാണ് ടൈപ്പ് സ്പൈനുകളായിട്ട് കാണുന്നത്. ഓക്കെ, പിന്നീട് ജാസ്മിൻ ആൻഡ് മിന്റ് അല്ലെ, പുതിനയുള്ള ജാസ്മിനിലൊക്കെ ലാറ്ററൽ ബ്രാഞ്ച് അറൈസ് ഫ്രം ദി ബേസ് ഓഫ് ദി മെയിൻ ആക്സിസ്. അപ്പൊ എന്താണ്? ഒരു ബ്രാഞ്ച് വന്നിട്ട് സർക്കിൾസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആഫ്റ്റർ ഗോയിങ് ഏരിയലി ഫോർ സം ടൈം ആർച്ച് ഡൗൺവേർഡ്സ് to touch the ground and new plants develop. അല്ലെ, അപ്പൊ ഇങ്ങനെയാണ് ജാസ്മിനിലും മിന്റിലും എന്ത് നടക്കുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള സ്റ്റെം. അതേപോലെ തന്നെയാണ് പിസ്റ്റിയയിൽ, ഐക്കോർണി, വാട്ടർ പ്ലാന്റ്സിലാണ് അവയിൽ ലാറ്ററൽ ബ്രാഞ്ച് ഷോർട്ട് ഇന്റർനോഡ്സ് ഉണ്ട്. ഒരു ഷോർട്ട് ഇന്റർനോഡ്സ് ഉള്ള ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ട്. ഈച്ച് നോട്ട് ബെയറിംഗ് എ റോസറ്റ് ഓഫ് ലീവ്സ്, ലീഫുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ടഫ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ആർ ഫൗണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പിസ്റ്റിയയിലും ഐക്കോർണിയയിലും സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ. അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നീട് ബനാനയിലും അതുപോലെ പൈനാപ്പിളിലും ഒക്കെ തന്നെ ലാറ്ററലി ഡെവലപ്ഡ് ബ്രാഞ്ചസ് ഗ്രോ ഒബ്ലിഗലി അപ്വേർഡ് ആയിട്ട് വളരുന്നു. ഇറ്റ് ഗിവ്സ് റൈസ് ടു ലീഫി ഷൂട്ട്സ്. നെക്സ്റ്റ് ദ ലീഫ്. ലീഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാറ്ററൽ ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ ബോൺ ഓൺ ദി സ്റ്റെം. ഇതൊരു ക്വിക്ക് റിവിഷൻ ആണ്. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് മെമ്മറൈസ് ചെയ്യാനും എക്സാമിന് കോൺഫിഡന്റ് ആക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. നോക്കാട്ടോ. അപ്പൊ എല്ലാം ഒന്നും വിട്ടിട്ടില്ല, കറക്റ്റ് ആയിട്ട് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാണ്. കുറെ പേര് അങ്ങനെ ഒന്നിച്ചുള്ള ഒരു ചാപ്റ്ററിന്റെ റിവിഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലാറ്ററൽ ഫ്ലാറ്റൻ സ്ട്രക്ചർ ബോൺ ഓൺ ദ സ്റ്റെം. എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഡെവലപ്സ് അറ്റ് ദി നോഡ് ആൻഡ് ബേഴ്സ് എ ബഡ് ഇൻ ഇറ്റ്സ് ആക്സിൽ അല്ലെ. നോഡിൽ നിന്ന് റൈസ് ചെയ്യുന്നു. അതിന്റെ ആക്സിലിന്റെ ബഡുകൾ ഉണ്ട്. ആ ബഡുകൾക്ക് പറയുന്ന പേരാണ് ആക്സിലറി ബഡ്, വിച്ച് ലേറ്റർ ഡെവലപ്സ് ഇൻടു ബ്രാഞ്ച്. ഈ ആക്സിലറി ബഡ് പിന്നെ എന്തായിട്ട് മാറുന്നു? ബ്രാഞ്ച് ആയിട്ട് മാറും. ഇനി ലീഫിന്റെ ഓരോ പാർട്ടുകളാണ്. അത് ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. നോക്കുമ്പോ നമുക്ക് വളരെ സിമ്പിളാ തോന്നും. പക്ഷെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് എക്സാം എഴുതുന്നവരല്ലേ നന്നായിട്ട് വിജയിക്കാൻ, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ മക്കൾ നല്ല ടെൻഷൻ അടിക്കാണ്ട് ശ്രദ്ധിക്കുക. ലീഫ് അറ്റാച്ച് സ്റ്റെം ബൈ ലീഫ് ബേസ്, സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ലീഫ് ബേസ്. പിന്നീട് സ്റ്റിപ്യൂൾസ് കാണുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ചെറിയ ലീഫ് കണ്ടില്ലേ? സ്റ്റിപ്യൂൾസ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് seen at the leaf base. ലീഫ് ബേസിൽ കാണുന്ന ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് സ്റ്റിപ്യൂൾസ്. ഇനി ലീഫ് ബേസ്. ലീഫ് ബേസില് മോണോകോട്ട് പ്ലാന്റിന്റെ ലീഫ് ബേസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മോണോകോട്ട്സ് ദ ലീഫ് ബേസ് എക്സ്പാൻഡ് ടു എ ഷീറ്റ് കവറിംഗ് ദ സ്റ്റെം. കേട്ടോ, ഒരു ഷീത്ത് ആയിട്ട് വാഴയിലും അതുപോലെ റൈസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ഷീത്ത് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ലീഫ് ബേസ്.
Then pulvinous ആണ് പിന്നീട് പഠിക്കുക. Pulvinous എന്ന് പറഞ്ഞാൽ എന്താണ്? Swollen leaf base leguminous plants. Leguminous plantil കാണുന്ന swollen leaf base ആണ് നമ്മൾ pulvinous എന്ന് പറയാ. Then പിന്നീട് petiole എല്ലാവർക്കും അറിയുന്നതാണ് stalk of the leaf. ലീഫിന്റെ തണ്ടിന് പറയുന്ന പേരാണ് petiole, which is called the leaf lamina. Okay, എന്താണ് അതിന്റെ functions? petiole it allow the leaf lamina to flutter in wind. അല്ലേ, വിൻഡിൽ ഫ്ലട്ടർ ചെയ്യാൻ സഹായിക്കുന്നു. And also it cool the leaf blades and bringing fresh air to the leaf surface. ലീഫ് ബ്ലേഡിനെ അവിടെ കൂൾ ചെയ്തിട്ട് ഫ്രഷ് എയർ കൊണ്ടുവരിക എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി നമ്മുടെ പിറ്റിയോളിനുണ്ട്. ചിലതിൽ വലിയ പിറ്റിയോൾ ഉണ്ടാവും, ചിലതിൽ ചെറിയ പിറ്റിയോൾ ഉണ്ടാവും. പപ്പായലൊക്കെ വലിയ പിറ്റിയോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ലീഫ് ബ്ലേഡ് എല്ലാത്തവരും നമ്മൾ ലീഫ് എന്ന് പറയുന്ന ഭാഗമാണ് ലീഫ് ബ്ലേഡ് ഓർ ലീഫ് ലാമിന. എക്സ്പാൻഡഡ് green parts of the leaf with veins and veinlets. അല്ലെ, വെയിനും വെയിൻലെറ്റ്സും ഒക്കെ എക്സ്പാൻഡഡ് ഗ്രീൻ ആയിട്ടുള്ള പാർട്ടിനാണ് നമ്മുടെ ലീഫ് ബ്ലേഡ് എന്ന് പറയാ. എന്താണ് പ്രത്യേകത? വെയിൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? വെയിൻസ് പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ ലീഫ് ബ്ലേഡ്. അല്ലെ, ഇപ്പൊ നമ്മുടെ എല്ലുകളൊക്കെ പോലെ തന്നെ റിജിഡിറ്റി നൽകിയിട്ട് ലീഫിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നിർത്തുന്നു. And also it acts as channels of transport for water, minerals and food materials. Channels of transport ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഫുഡ് മെറ്റീരിയൽസ്, വാട്ടർ, മിനറൽസ്, ഫോട്ടോസിന്തറ്റിക്സ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് വെയിൻസിലൂടെ. അപ്പൊ ഇതാണ് ലീഫ് ബ്ലേഡ് ഓർ ലീഫ് ലാമിന. പിന്നീട് വെനേഷൻ ആണ്. വെനേഷൻ എന്ന് പറഞ്ഞാല് ഈ ലീഫിന്റെ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഓൺ ദ ലീഫ് ലാമിന. അതിനാണ് നമ്മൾ വെനേഷൻ എന്ന് പറയാ. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, നിങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതാണ്. ഒന്ന് റെറ്റിക്കുലേറ്റും ഒന്ന് പാരലലും. റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതേപോലെ വെയിൻസ് നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൽ റെറ്റിക്കുലേറ്റ് എന്ന് പറയുന്നത് കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റുകളിലാണ്. പിന്നെ മോണോക്കോട്ട് പ്ലാന്റിലെ പോലെ പാരലൽ ആയിട്ട് കാണാന്ന് വെച്ചാൽ അതിന് നമ്മൾ എന്ത് പറയും? പാരലൽ വെനേഷൻ എന്ന് പറയും. റെറ്റിക്കുലേറ്റ് വെനേഷനും പാരലൽ വെയിൻസ് റൺ പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ, ടൈപ്സ് ഓഫ് ലീവ്സ് ആണ്. അതും വളരെ സിമ്പിൾ ആണ്, പറയേണ്ട കാര്യമില്ല. എന്താണ്? സിമ്പിൾ ആണ്. സിമ്പിൾ ലീവ്സും കോമ്പൗണ്ട് ലീവ്. സിമ്പിൾ ലീവ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലീഫ് ഉണ്ടാവും. ലാമിന ഈസ് എൻറ്റയർ or when inside the incision do not touch the midribലോട് അതുവരെ ബ്രേക്ക് വരാതെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ലീഫുകൾക്കാണ് നമ്മൾ സിമ്പിൾ ലീവ്സ് എന്ന് പറയാം. കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ കട്ടിങ്സ് ഒക്കെ വന്നിട്ടുള്ള ലീവ്സിനാണ് നമ്മൾ കോമ്പൗണ്ട്. ഇൻസിഷൻസ് ഓഫ് ദ ലാമിന റീച്ച് അപ് ടു ദ മിഡ്രിബ് ബ്രേക്കിംഗ് ഇറ്റ് നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ്. ഓക്കെ, കോമ്പൗണ്ട് ലീവ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പിന്നേറ്റ്ലി കോമ്പൗണ്ടും ഒന്ന് പാമേറ്റ്ലി കോമ്പൗണ്ടും. നമ്മുടെ പുളിയിലൊക്കെ ഉള്ള പോലെ ആറോസിലൊക്കെ ഉള്ള പോലെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ പ്രസന്റ് ഓൺ എ കോമൺ ആക്സിസ്. അപ്പൊ അതിന്റെ മെയിൻ ആക്സിന് പറയുന്ന പേരാണ് റാക്സിസ്. അതിന്റെ മുകളിലെ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് കാണും. അതിനാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറയാ. പിന്നീട് അതാണ് പാമേറ്റ്ലി കോമ്പൗണ്ട്. പാമേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? The leaflets are attached to a common point and arranged like a fingers on a palm. ഇങ്ങനെ fingers on a palm പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനാണ് നമ്മള് പാമേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറയാം. ക്ലിയർ ആയോ മക്കളെ? ആ കൂടി കൺഫ്യൂസ്ഡ് ആയോ? ഇല്ല. ഓക്കെ, ഫിലോടാക്സി ആണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത്. അതെല്ലാവർക്കും അറിയാം. പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം. അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സിന് പറയുന്ന പേരാണ് ഫിലോടാക്സി. ഇപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് കുറെ അറേഞ്ച്മെന്റുകൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത കേട്ടോ. ഫിലോടാക്സി ഇപ്പൊ ഈ ചിത്രം കണ്ടാലേ ഏതൊക്കെയാന്ന് പറയാൻ പറ്റൂ അല്ലെ? ഏതൊക്കെയാ? ആൾട്ടർനേറ്റ്, ഒപ്പോസിറ്റ്, വേൾഡ്, ഫിലോടാക്സ്. എന്തൊക്കെയാ ഡിഫറൻസ്? ഇവിടെ എന്താണ്? ഒരു ലീഫേ ഉള്ളൂ, ഇവിടെ രണ്ട് ലീവ്സ് ഉണ്ട്, ഇവിടെ കുറെ ലീവ്സ് ഉണ്ട്. ഓക്കെ, then alternate phyllotaxis are a single leaf arise at each node in alternate manner. ഒരു single leaf arise. Example hibiscus anona. ഇതിലൊക്കെ അത് എന്താണ്? alternate. ഞാൻ ബുക്കിലുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്, കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അത് വെച്ചിട്ടാണ് വരിക. അതുകൊണ്ടാണ് കേട്ടോ. കുറെ പുറത്തുള്ള എക്സാമ്പിളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കൺഫ്യൂസ്ഡ് ആക്കേണ്ട വെച്ചിട്ടാണ്. പിന്നീടുള്ളത് ഓപ്പോസിറ്റ് ഫിലോടാക്സി ആണ്. ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറയുന്നത് പെയർ ഓഫ് ലീവ്സ് arises at each node and line ഓപ്പോസിറ്റ് ഈച്ച് അതർ. അപ്പൊ രണ്ടാണ് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത്. പെയർ ഓഫ് ലീവ്സ് ഓപ്പോസിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മള് ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറയാം. എക്സാമ്പിൾ കാലോട്രോപ്പിസ്, ഗോവ പ്ലാന്റ്, ഇതിലൊക്കെ തന്നെ എന്താണ്? ഓപ്പോസിറ്റ് ഫിലോടാക്സി ആണ്. പിന്നീട് വേൾഡ് ഫിലോടാക്സി
എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ലീവ്സ് അറൈസ് അറ്റ് എ നോഡ്, രണ്ടിൽ കൂടുതൽ ലീവ്സ് അറൈസ് ചെയ്യാന്ന് വെച്ചാല് അതിനെ നമ്മൾ വേർഡ് ആയിട്ട് കാണും. അതിന് പറയുന്ന പേരാണ് വേർഡ് ഫിലോടാക്സി. എക്സാമ്പിൾ ഓൾസ്റ്റോണിയ. ദെൻ ലീഫും ഇതേപോലെ പല ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മോഡിഫൈ ടു പെർഫോം ഫംഗ്ഷൻ അതർ ദാൻ ഫോട്ടോസിന്തസിസ്. അതായത് ലീഫിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫോട്ടോസിന്തസിസ്, അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഫ്സ് മോഡിഫൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മോഡിഫിക്കേഷൻസ്. അതില് ഫസ്റ്റ് വൺ ടെൻഡ്രൽ അല്ലെ, ലീഫ് ടെൻഡ്രൽസ് കോയിൽഡ് ഫോർ ക്ലൈംബിംഗ്. ലീഫ് ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട് കോയിൽ ആയിട്ട് കാണുന്ന സ്ട്രക്ചേഴ്സിനാണ് ലീഫ് ടെൻഡ്രൽസ് എന്ന് പറയാം അല്ലെ. പിന്നീട് സ്പൈൻസ് ഉണ്ട്. അപ്പൊ നേരത്തെ ഞാൻ കാണിച്ചെന്നോ ഫോർ ഡിഫറൻസിന് വേണ്ടിയിട്ട് ലീവ്സ് മോഡിഫൈ ചെയ്തിട്ട് സ്പൈൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാ പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്പിരേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് കൂടിയാണത്. Then പിന്നീട് അക്കേഷ്യ the leaves small and short lived. leaves small ആണ്, short lived ആണ്. അപ്പൊ ഇവിടെ ഈ കാണുന്നത് പീറ്റിയോൾ ആണ്. പീറ്റിയോൾ എക്സ്പാൻഡ് ഗ്രീൻ ആൻഡ് ഫോട്ടോസിന്. പീറ്റിയോൾ ആണ് നമ്മൾ എല്ലാവർക്കും പറയുന്നത്. സാധാരണ അതിന്റെ ലീവ്സ് സ്മോൾ ആണ്, ഷോർട്ട് ലീവ്ഡ് ആണ്, പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. പിന്നെ ലീഫായിട്ട് നിൽക്കുന്നത് ഈ പീറ്റിയോൾ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. അത് പീറ്റിയോൾ. Then pitcher plant leaves modified to capture insects. ഇൻസെക്റ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പിച്ചർ പ്ലാന്റ് ലീഫുകളെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത അറേഞ്ച്മെന്റ് പഠിക്കാൻ പോവാണ്. ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റ്. The arrangement of flowers on the floral axis is known as inflorescence. ഫ്ലോറൽ ആക്സിസിന്റെ മുകളിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തതിനെ ഇൻഫ്ലോറസൻസ് എന്ന് പറയും. രണ്ട് ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആണ് നമുക്കിപ്പോ പഠിക്കാവുന്ന, റെസിമോസും രണ്ട് സൈമോസും. റെസിമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡർ ഫ്ലവർ അറ്റ് ദ ബേസ് ആൻഡ് യങ്ങർ ഫ്ലവർ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഇൻഫ്ലോറസൻസ്. മറ്റേ സൈമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡർ ഫ്ലവർ അറ്റ് ദ ടിപ്പ് ആൻഡ് യങ്ങർ ഫ്ലവർ അറ്റ് ദ ബേസ് ഓഫ് ദ ഇൻഫ്ലോറസൻസ്. റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. മെയിൻ ആക്സിസ് ഇങ്ങനെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾഡർ ഫ്ലവേഴ്സ് അറ്റ് ദ ബേസ് ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് അറ്റ് ദ ടിപ്പ്. ഈ അറേഞ്ച്മെന്റിന് നമ്മൾ ആക്രോപീറ്റൽ സക്സഷൻ എന്ന് പറയാം. അവ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആക്രോപീറ്റൽ സക്സഷനിലാണ്. Then cymose inflorescence main axis terminates in a flower. Older flowers at the tip and younger flowers at the base of the inflorescence. ഇതിനാണ് സൈമോസ് എന്ന് പറയാം. കണ്ടോ, ഓൾഡർ ഫ്ലവറുടെ ടിപ്പിൽ കണ്ടോ, യങ്ങർ ഫ്ലവർ മുട്ടുകൾ അല്ലെ, മുല്ലേക്ക് വിടർന്നു വരുന്ന കണ്ടിട്ടില്ലേ. അപ്പൊ യങ്ങർ ഫ്ലവേഴ്സ് അറ്റ് ദ ബേസ് ഓഫ് ദ ഇൻഫ്ലോറസൻസിന് പറയുന്ന പേരാണ് സൈമോസ് ഇൻഫ്ലോറസൻസ്. മക്കളെ, ഇനി നമ്മൾ ഫ്ലവറിനെ കുറിച്ചിട്ട് പറയാണ്. ഫ്ലവേഴ്സ് ആണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫ്ലവേഴ്സ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പാട്ടുകൾക്കാണ് നമ്മൾ ഫ്ലവേഴ്സ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ പഠിച്ചു പോയി. ഇതിങ്ങനെ ഇടക്കിടക്ക് മെമ്മറൈസ് ചെയ്യണം കേട്ടോ. ചിത്രം കാണുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം, എന്നാലേ നമുക്ക് എക്സാമിൽ എഴുതാൻ കിട്ടുള്ളൂ. ഫസ്റ്റ് വൺ, ആ ഒരു ഫ്ലവറിന്റെ സ്റ്റാക്കിന് നമ്മൾ പെഡിസൽ എന്ന് പറയും അല്ലെ. അതിന്റെ തണ്ടിന് പൂവിന്റെ ഞെട്ടി എന്താ പറയാ, അതിന്റെ സ്റ്റാക്കിനാണ് നമ്മൾ പെഡിസൽ എന്ന് പറയാം. തലാമസ് ഓർ റെസപ്റ്റക്കിൾ എന്ന് പറയുന്നത് എന്താണ്? അവിടെ തലാമസ് കാണുന്നത്. സ്വള്ളൻ എൻഡ് ഓഫ് ദ സ്റ്റാക്ക്. ഇത് സ്വള്ളൻ എൻഡ്, സ്റ്റാക്കിന്റെ സ്വള്ളനായിട്ടുള്ള എൻഡിൽ പറയുന്നത് ഫ്ലോറൽ വേൾസ് ആർ അറേഞ്ച്. ഇതിന്റെ മുകളിലാണ് ഫ്ലോറൽ വേൾസ് ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ തലാമസിന്റെ മുകളിലാണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ബ്രാക്റ്റ് ആണ് പഠിക്കാനുള്ളത്. ബ്രാക്റ്റ് എന്ന് പറഞ്ഞാല് റെഡ്യൂസ്ഡ് ലീഫ് ഫൗണ്ട് അറ്റ് ദ ബേസ് ഓഫ് ദ പെഡിസൽ. പെഡിസലിന്റെ താഴെ കാണുന്ന ആ റെഡ്യൂസ്ഡ് ലീഫിനാണ് നമ്മൾ ബ്രാക്റ്റ് എന്ന് പറയാം. ബ്രാക്റ്റ് ഉള്ള ഫ്ലവേഴ്സിന് ഇല്ലാത്തതുണ്ട്. ഫ്ലവർ വിത്ത് ബ്രാക്റ്റ് നോൺ ആസ് ബ്രാക്റ്റിയേറ്റ് ആൻഡ് ഫ്ലവർ വിതൗട്ട് ബ്രാക്റ്റ് നോൺ ആസ് ഇ ബ്രാക്റ്റിയേറ്റ്. ബ്രാക്റ്റിയേറ്റ് ആൻഡ് ഇ ബ്രാക്റ്റിയേറ്റ്. നെക്സ്റ്റ് ഫ്ലോറൽ വേൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്ലോറൽ വേൾസ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അല്ലെ, അങ്ങനെ 4 ഫ്ലോറൽ വേൾസ് ഉണ്ട്. അതില് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ആൻഡ്രീഷ്യം, ഗൈനീഷ്യത്തിന് നമ്മൾ എസെൻഷ്യൽ വേൾസ് എന്ന് പറയും. കാലിക്സും കൊറോളയും നോൺ എസെൻഷ്യൽ വേൾസ്. അപ്പൊ എസെൻഷ്യൽ വേൾസ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, അത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. ഫ്ലവർ ഹാവിംഗ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, ദ ഫ്ലവർ നോൺ ആസ് ബൈസെക്ഷൽ ഫ്ലവർ അല്ലെ. ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഉള്ള ഫ്ലവറിനെ നമ്മൾ ബൈസെക്ഷൽ എന്ന് പറയും. ഐദർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം, ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രസന്റ് ആണെങ്കിൽ ഉള്ളൂ എങ്കിൽ അതിന് യൂണിസെക്ഷൽ എന്ന് പറയും. നോൺ എസെൻഷ്യൽ വേൾസ് ആണ് കാലിക്സും കൊറോളയും. അത് അങ്ങനെ ചിലപ്പോ ഓഡ്മാൻ ഔട്ട് ആക്കാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ.
Then പെരിയാന്തണ്ട് ഇതേപോലെ കാലിക്സും കൊറോളായിട്ട് സെപ്പറേറ്റ് ആവാണ് ഒരേപോലെയുള്ള പിന്നെ ഇതളുകൾ ഉള്ളതിനാണ് നമ്മള് പെരിയാന്ത് എന്ന് പറയാം. അപ്പൊ തെങ്ങിന്റെ ഒക്കെ പൂവിലൊക്കെ അല്ലേ അതേപോലെ കാലിക്സ് ആൻഡ് കൊറോള നോട്ട് ഡിസ്റ്റിങ്ക്ട് കേട്ടോ. അതിനാണ് എക്സാമ്പിൾ ലില്ലി. ഇനി സിമ്മട്രി ആണ് നമുക്ക് പഠിക്കാനുള്ള. ഫ്ലവറിനെ ശരിക്കും 3 സിമ്മട്രികൾ, അതായത് മറ്റേ ആനിമൽസിന്റെ ഒക്കെ പോലെ തന്നെ ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക്, അസിമെട്രിക്, ഇങ്ങനെ 3 സിമ്മട്രികളുണ്ട്. വളരെ ക്ലിയർ ആണ്. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ the flower can be divided into 2 equal radial halves in any radial plane passing through the center. The flower which can be divided into 2 equal radial halves. അപ്പൊ ഏത് റേഡിയൽ പ്ലെയിനിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാലും 2 ഹാഫ് ആക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ട് നമുക്ക് 2 ഹാഫ് ആക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സിനെയാണ് ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾ മസ്റ്റാർഡ്, ഡെറ്റൂറ, ചില്ലി, ഇതൊക്കെ ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ സൈഗോമോർഫിക് എന്താണ്? നമ്മൾ പയറിന്റെ ഒക്കെ പൂ പോലെ എന്താണ്? Can be divided into 2 similar halves in only through one particular plane. ഒരു ഭാഗത്ത് കൂടി മുറിച്ചാൽ മാത്രമാണ് 2 ഈക്വൽ ഹൗസ് ആവുള്ളൂ. ഇപ്പുറത്ത് കൂടി മുറിച്ചു കഴിഞ്ഞാൽ അത് 2 ടൈപ്പ് അല്ലേ. അപ്പൊ ഈക്വൽ ഹൗസ് ആക്കാൻ ഒരു ഭാഗത്ത് കൂടി the flower which can be divided into 2 similar halves in only one particular plane. അതിന് പറയുന്ന പേരാണ് സൈഗോമോർഫിക്. എക്സാമ്പിൾ പി, ഗുൽമോഹർ, ബീൻ ആൻഡ് കാഷ്യ. Then asymmetric എന്ന് പറഞ്ഞാൽ with the flower which cannot be divided into 2 similar halves by any vertical plane passing through the center. എങ്ങനെ മുറിച്ചാലും നമുക്ക് ഈക്വൽ ഹൗസ് ആക്കാൻ പറ്റാത്തതിനാണ് നമ്മൾ asymmetric എന്ന് പറയാ. എക്സാമ്പിൾ ക്യാന. That if flowers may be trimerous, tetramerous or pentamerous. അതായത് floral buds 3 or multiples of 3. ഇപ്പൊ 3 ഇതളുകള് അല്ലെങ്കിൽ അതിന്റെ 6 അങ്ങനെ അതിന്റെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത് വെച്ചാൽ നമ്മൾ ട്രൈമേറസ് എന്ന് പറയും. ആൻഡ് ഫ്ലോറൽ ബേർഡ്സ് 4 or multiples of 4 അതിനാണ് നമ്മൾ ടെട്രാമേറസ് എന്ന് പറയാം. 5 or multiples of 5 ആണെങ്കിൽ നമുക്ക് പെന്റാമേറസ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇങ്ങനെ 5 ഇതളുകളുള്ളത്, 4 ഇതളുകളുള്ളത്, 3 ഇതളുകളുള്ളത് അങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഓവറി. ഓവറിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലെ. കാരണം എന്താ വെച്ചാല് ഓവറിന്റെ പൊസിഷൻ അനുസരിച്ച് 3 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഹൈപ്പോഗൈന, സെക്കൻഡ് വൺ പെരിഗൈനസ്, തേർഡ് വൺ എപ്പിഗൈനസ്. ഇതില് ഓവറി മുകളിലാണ് ഇരിക്കുന്നത്, താഴെയാണ് ഇരിക്കുന്നത്, ഒരേപോലെയാണോ, ആ ലെവൽ ഒരേപോലെയാണോ, അതിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ പൊസിഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞാൽ hypogynous flower, the gynoecium occupies the highest position or gynoecium occupies the superior position and all other floral parts are situated below it. അതായത് ഇതാണ് gynoecium ആണ് ഏറ്റവും മുകളിൽ, ബാക്കിയുള്ളത് എല്ലാം അതിന്റെ താഴെയാണ് എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഏറ്റവും മുകളിൽ gynoecium ഉള്ള ആ ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് നമ്മൾ ഹൈപ്പോഗൈനസ് എന്ന് പറയാ. അല്ലെങ്കിൽ ഓവറി സുപ്പീരിയർ, ഓവറിയാണ് ഏറ്റവും സുപ്പീരിയർ, അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് ഹൈപ്പോഗൈനസ്. എക്സാമ്പിൾ മസ്റ്റാർഡ്, ഹിബിസ്കസ്, ബ്രിഞ്ചാൽ. ഓക്കെ. പിന്നീട് എപ്പിഗൈനസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. അവിടെ ഫീമെയിലിന് അല്ലെങ്കിൽ ഗൈനീഷ്യത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഗൈനീഷ്യം ഓക്യുപൈസ് ഇൻഫീരിയർ പൊസിഷൻ ആൻഡ് ഓൾ അതർ പാർട്സ് ആർ ലൊക്കേറ്റഡ് അബൌട്ട്. ഗൈനീഷ്യാണ് ഏറ്റവും താഴെ, അതിന്റെ മുകളിലാണ് ബാക്കിയുള്ള എല്ലാ പാർട്സും ഉള്ളത്. അതിന് പറയുന്ന പേരാണ് എപ്പിഗൈനസ്. ഗൈനീഷ്യം കണ്ട താഴെ. എക്സാമ്പിൾ ഗോ പ്ലാന്റ്, അതുപോലെ കുക്കുംബർ, ഇതിലൊക്കെ തന്നെ എപ്പിഗൈനസ് ഫ്ലവേഴ്സ് ആണ് കാണുന്നത്. ആൻഡ് പെരിഗൈനസ് അവിടെ എല്ലാവരും ഒരേപോലെ. Gynoecium situated at the center and other parts are located on the thalamus, almost the same level. എല്ലാം ഏകദേശം ഒരേ ലെവലിലുള്ള ഫ്ലവേഴ്സ് ആണ് നമ്മൾ പറയുന്നത് പെരിഗൈനസ് അല്ലെ. Gynoecium situated at the center and other parts are located on the thalamus, almost the same level. Example plum, rose, peach, ഇതിലൊക്കെ പെരിഗൈനസ് ഫ്ലവേഴ്സ് ആണ് കാണുന്നത്. ഇനി നമ്മുടെ കാലിക്സിനെ കുറിച്ച് പറയാം. Calyx is the outermost word of a flower known as calyx. അല്ലെ, പച്ച കളറിൽ കാണുന്നത്. ഗ്രീൻ ആൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ അല്ലെ, ഗ്രീൻ ആണ് കാലിക്സ്. ആൻഡ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് to protect flower in bud condition അല്ലെ. ഇതൊക്കെ ബഡ് ആകുമ്പോ നമ്മള് ചെമ്പരത്തിന്റെ ഫ്ലവർ ബഡ് ഒക്കെ ആലോചിച്ചാൽ മതി, പച്ചയായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാ. To protect the flower in bud condition and individual units of calyx known as sepals അല്ലെ. അതായത് composed of sepal, ഓരോ ഇതളുകൾക്ക്
ഇതളുകൾക്ക് ഇതിന്റെ ഓരോ ഇതളുകൾക്ക് നമ്മൾ സെപ്പൽസ് എന്ന് പറയാം. ഇതിനെയാണ് അതിൽ ഏറ്റവും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സെപ്പൽസ് ഫ്രീ, ദി സെപ്പൽസ് ആർ ഫ്രീ, ദിസ് ഈസ് നോൺ ആസ് പോളിസെപ്പാലസ്. അപ്പൊ ഇതേപോലെ ഫ്രീ ആയിട്ട് വിട്ട് നിൽക്കുന്നതാണ് വെച്ചാൽ നമ്മൾ അതിനെ പോളിസെപ്പാലസ് എന്ന് പറയും. സെപ്പൽസ് യുണൈറ്റഡ്, ദിസ് നോൺ ആസ് ഗാമോസെപ്പാലസ്. പോളി എന്ന് പറഞ്ഞാൽ ഫ്രീ, ഗാമോ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ്. പോളിസെപ്പാലസ് ആൻഡ് ഗാമോസെപ്പാലസ് വളരെ ക്ലിയർ ആണ് കേട്ടോ, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും നമ്മളൊന്ന് ഓർത്തു പോവാണ്. ദെൻ കൊറോള ഇതേപോലെ തന്നെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് നോൺ ആസ് പെറ്റൽസ് അല്ലേ. കൊറോള കമ്പോസ്ഡ് ഓഫ് പെറ്റൽസ് brightly colored and attractive for pollination. Color and shape may vary അല്ലേ, ഇവിടെ കളറും ഷേപ്പും ഒക്കെ വേരി ആയിട്ടുണ്ടാവും. Then അപ്പൊ അതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് നോൺ ആസ് പെറ്റൽസ് അല്ലെ, ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് നോൺ ആസ് പെറ്റൽസ്. And if the petals are united, known as gamopetalous, and if the petals are free, known as polypetalous. Okay മക്കളെ, പെറ്റൽസ് ഫ്രീ ആണെങ്കിൽ നമ്മൾ പോളിപെറ്റാലസ് എന്ന് പറയും. ഇനി അടുത്ത അറേഞ്ച്മെന്റ്, ഇപ്പൊ എത്ര അറേഞ്ച്മെന്റ് പഠിച്ചു ഒന്ന് ഓർത്ത് നോക്കിയ. എന്താ, ലീഫിന്റെ അറേഞ്ച്മെന്റ് പഠിച്ചു, ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് പഠിച്ചു, പിന്നെ then in flower mode of arrangement sepals or petals in floral bud. ഫ്ലോറൽ ബഡിൽ സെപ്പലും പെറ്റലും എങ്ങനെയാണ് അതിന്റെ ബഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ ഈ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് ഈസ്റ്റിവേഷൻ. ഈസ്റ്റിവേഷൻ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ഫ്ലോറൽ ബഡ്. Then വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ വെയിറ്റ് ഈസ്റ്റിവേഷൻ എന്ന് വെച്ചാൽ ഈ ഫ്ലോറൽ ബഡിൽ എങ്ങനെയാണ് അതിന്റെ ഇതളുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ്. Petals and sepals in a word just touch one another at the margin without overlapping. Just തൊട്ടില്ല, അങ്ങനെ ടച്ച് ചെയ്യുന്നു without overlapping. That is estivation known as one beat estivation. Example calotropes. Okay, just ചിത്രങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും ആൻസർ ചെയ്യാൻ പറ്റും. The petals and sepals in a word just touch one another without overlapping. The second one, twisted estivation. Twisted estivation or one margin of the appendage or one margin of the sepal or petal overlap the next one. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ വരുന്നു, ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നു, അടുത്ത ഇങ്ങനെ ഉള്ളിൽ വരുന്നു, പുറത്ത് വരുന്നു. So one margin of petal or sepal overlap the next one. That type of overlapping known as or estivation known as twisted estivation. Overlap ചെയ്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരുന്ന estivation പറയുന്ന പേരാണ് twisted estivation. Example hibiscus, cotton, lady's finger. ഇതിലൊക്കെ തന്നെ അവരുടെ ഫാമിലിയിലൊക്കെ തന്നെ എന്താണ് twisted estivation ആണുള്ളത് മക്കളെ. Then next imbricate estivation. Imbricate estivation എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ ഓവർലാപ്പ് കണ്ട ഒന്നുള്ളിൽ ഒന്നിലും പുറത്ത് എന്നിട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു, പെർട്ടിക്കുലർ ഓർഡർ. ഇതാ ഇതുള്ളിലോട്ട് വന്നു, പുറത്തോട്ട് വന്നു, പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടാണ്, ഇങ്ങനെ ഈ ഓർഡറിലുള്ള ഓവർലാപ്പ്. then അപ്പുറത്ത് കാണുന്നത് margin of sepals or petals overlap one another but not in any particular direction. ഓവർലാപ്പ് ചെയ്യുന്നു പക്ഷെ കറക്റ്റ് ഡയറക്ഷൻ ഒന്നുമില്ല. അപ്പൊ നോക്കൂ, ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത്, ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിൽ, ഇത് ഹാഫ് പിന്നെ ഔട്ട് ആൻഡ് ഹാഫ് ഇൻ. അപ്പൊ ഇങ്ങനെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് തോന്നിയ പോലെയുള്ള അറേഞ്ച്മെന്റിനാണ് നമ്മൾ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറയട്ടോ. അവർക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത ഒരു ഓർഡർ ഒന്നുമില്ല, തോന്നിയ പോലെ ചിലപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ പുറത്ത് എവിടെ ഇവിടെയൊക്കെ കാണാം. അതിനാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറയാം. Margin of sepals or petals overlap one another but not in any particular direction. That's known as imbricate estivation. Example cassia, gulmohar. ഇതിലൊക്കെ തന്നെ imbricate estivation ആണ്. ഇനി നമ്മുടെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു estivation ആണ് vexillary or papillonaceous estivation. That estivation present in the family Fabaceae. അല്ലെ, ഇതിൽ കാണുന്ന estivation ആണ്, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. There are 5 petals and the largest one overlaps the 2 lateral petals. ഈ lateral petals നമ്മൾ wing petals എന്ന് പറയും. അപ്പൊ ഈ largest one ഇതിനെ ഓവർലാപ്പ് ചെയ്യും, which in turn overlap the 2 smallest anterior petals or keel petals. ഇപ്പൊ ഇപ്പുറത്ത് കാണുന്നതാണ് കീൽ പെറ്റൽസ്, അതിനെ വിങ് പെറ്റൽ ഓവർലാപ്പ് ചെയ്യും, അതിനെ ലാർജസ്റ്റ് ഈ പെറ്റൽ ഓവർലാപ്പ്. There are 5 petals and the largest one overlap the 2 lateral wing petals which in turn
overlap the two smallest anterior or keel petals. This type of aestivation known as vexillary or papillonaceous aestivation found in the family Fabaceae. Okay, the next Androecium, male reproductive structure on Androecium. The Androecium consists of stamens, like individual units of Androecium known as stamens. Then it has two parts, stalk known as filament and an anther. അപ്പോൾ ആൻഡ്രോഷ്യത്തിന് രണ്ട് പാർട്ടുകളുണ്ട്. അതിന്റെ സ്റ്റാക്കിന് അല്ലെങ്കിൽ തണ്ടിന് പറയുന്ന പേരാണ് ഫിലമെന്റ്. പിന്നീട് ആന്തർ ഉണ്ട്. The anther is bilobed and each lobe has two chambers. അല്ലെ, ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ചിത്രമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ. Anther is bilobed and each lobe has two chambers. Then pollen sacs with pollen grains. ഇതിന്റെ ഉള്ളിൽ നിറയെ pollen grains ഉണ്ട് അല്ലെങ്കിൽ പരാഗരേണുക്കളുണ്ട് അല്ലെ. ഇതാണ് ആൻഡ്രോഷ്യത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നോക്കാം, നമുക്ക് കുറച്ച് ഇതൊക്കെ വൺ വേർഡിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് കൺഫ്യൂസ്ഡ് ആക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ സ്റ്റേമെൻസ് അറ്റാച്ച്ഡ് ടു പെറ്റൽസ്. പെറ്റൽസിന്റെ മുകളിൽ സ്റ്റേമെൻസ് അറ്റാച്ച് ചെയ്ത് കാണാന്ന് വെച്ചാൽ അതിന് എപ്പിപെറ്റാലസ് എന്ന് പറയും. നമ്മുടെ ഇക്സോറയിൽ കണ്ടിട്ടില്ലേ മക്കളെ, തെച്ചിയിലൊക്കെ പെറ്റൽസിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് കാണുന്നതിനാണ് എന്താ പറയാ എപ്പിപെറ്റാലസ്. അതുപോലെ ഈ ബ്രിഞ്ചലിലൊക്കെ കാണുന്നുണ്ട് എപ്പിപെറ്റാലസ്. The stamens attached to petals known as epipetalous and epiphyllus. പെരിയാന്ത് ഉള്ള പ്ലാന്റുകളുടെ കേസ് ആണെങ്കിൽ സ്റ്റേമെൻസ് അറ്റാച്ച്ഡ് ടു പെരിയാന്ത് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എപ്പിഫില്ലസ് ഓർ എപ്പിടെപ്പാലസ് എന്നും പറയും കേട്ടോ. ടെപ്പൽസ് എന്നാണ് പെരിയാന്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന് പേര് പറയാം. അത് നമ്മുടെ ബുക്കിൽ ഇപ്പൊ കറക്റ്റ് പറയാത്തോണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പൊ എപ്പിഫില്ലസ് എന്ന് പറഞ്ഞാൽ സ്റ്റേമെൻസ് അറ്റാച്ച്ഡ് ടു പെരിയാന്ത്, എക്സാമ്പിൾ ലില്ലി. And polyandrous, കുറെ സ്റ്റേമെൻസ് ഉണ്ടെങ്കിൽ if the stamens are free ആയിട്ട് സ്റ്റേമെൻസ് കാണാൻ വെച്ചാൽ അതിനെ polyandrous എന്ന് പറയും. If the stamens are united into one bundle ആണെങ്കിൽ that's known as monadelphous. കുറെ സ്റ്റേമെൻസ് ഉണ്ട്, ഫ്രീ ആയിട്ട് കാണണമെങ്കിൽ polyandrous എന്ന് പറയും. They are united into one bundle, ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ ഹിബിസ്കസിനെ പോലെ കാണാൻ വെച്ചാൽ known as monadelphous, united into one bundle. And if they are united into two bundle, പീലൊക്കെ കാണുന്ന പോലെ ഇതാ ഒരാളിട്ടിട്ട് പിന്നെ ബാക്കി 9 ആൾ. അപ്പൊ ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് diadelphous. Stamens united into two bundles, diadelphous. And if the stamens united into more than two bundles, രണ്ടിൽ കൂടുതൽ bundles ആണെങ്കിൽ that's known as polyadelphous. Then example അതിൽ citrus. Then ഇനി ഇതിൽ sterile stamen, ചിലതിൽ stamen sterile ആവും, അതായത് അതിൽ ഫെർട്ടൈൽ ആവില്ല. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേമെൻസിന് പറയുന്ന പേരാണ് സ്റ്റാമിനോഡ്. അത് ചോദിക്കാറുണ്ട്. sterile stamens are known as staminode. ഇനിയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള gynoecium. Individual units of gynoecium known as carpels. Okay, a carpel consists of 3 parts, enlarged basal, ovary and elongated tube known as style and tip of the style known as stigma. The receptive surface known as stigma. അപ്പൊ ഇത്രയാണ് ഒരു ഗൈനീഷ്യത്തിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ഗൈനീഷ്യൻ known as carpels, ovary, style and stigma. ഇതാർക്കും മറക്കൂല, അതൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചിട്ട് പോകുന്നതാണ്. പിന്നീടുള്ളതാണ് കാർപ്പൽസ്. എങ്ങനെയാണ് അവിടെ അറേഞ്ച്മെന്റ് നോക്കാം. ഓവറി കണ്ടെയ്ൻസ് 1 or more ovules attached. ഈ ഓവറിന്റെ ഉള്ളില് ഓവ്യൂൾസ് കാണുന്നുണ്ട് അല്ലെ, കണ്ടോ, 1 or more ovules attached to each. And polycarpellary, ഇപ്പൊ കുറെ കാർപ്പൽസ് ഉണ്ടെങ്കിൽ അത് gynoecium with more than 1 carpel or gynoecium with more than 2 carpel. 2 carpel അല്ലെങ്കിൽ നമ്മൾ ബൈകാർപ്പലറി എന്നും പറയാറുണ്ട്. Okay, gynoecium with more than 2 carpel ആണ് known as polycarpellary എന്ന് പറയാം. കുറെ കാർപ്പൽസ് ഉള്ളത്. ഈ polycarpellary തന്നെ if the carpels are free, ഇവര് ഫ്രീ ആയിട്ട് കാണാൻ വെച്ചാൽ അതിന് പറയുന്ന പേരാണ് അപ്പോകാർപ്പസ്. എപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുള്ള ഒരു ടേമാണിത്, അപ്പോകാർപ്പസ്. Carpels are free known as apocarpus. And if the carpels are united known as syncarpus. Carpels are united known as syncarpus. Apocarpus and syncarpus. Then ഇനിയുള്ളതാണ് ovary. ഓവറിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാനുള്ളത്. Each ovary bears 1 or more ovules.
attached to a flattened cushion like placenta. പ്ലാസന്റയുടെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് കുറെ ഓവ്യൂൾസ് ഇതിൽ കാണുന്നുണ്ട്. After fertilization, ovule becomes seeds and ovary becomes fruits. Ovary fruits ആയിട്ട് മാറും, ഓവ്യൂളുകൾ അതിന്റെ ഉള്ളിലുള്ളത് സീഡ് ആയിട്ട് മാറും. Then sterile carpel known as pistillode. സ്റ്റെറൈൽ ആയിട്ടുള്ള കാർപ്പലിന് പിസ്റ്റിലോഡ് എന്ന് പറയും. നേരത്തെ നമ്മൾ സ്റ്റെറൈൽ ആയിട്ടുള്ള സ്റ്റെമിന സ്റ്റാമിനോഡ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഇനിയുള്ളത് പ്ലാസന്റേഷൻ ആണ്. ഇതും ഒരു അറേഞ്ച്മെന്റ് ആണ്. കുറെ അറേഞ്ച്മെന്റുകളുടെ പേരുകളാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ. അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ദ ഓവറി. ഓവറിന്റെ ഉള്ളിൽ ഓവ്യൂളുകൾ പല ടൈപ്പ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് നോൺ ആസ് പ്ലാസന്റേഷൻ. അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ദ ഓവറി നോൺ ആസ് പ്ലാസന്റേഷൻ. കണ്ടോ, പല ടൈപ്പ് അറേഞ്ച്മെന്റ് കാണുന്നുണ്ട്. നോക്കാം, വളരെ ക്ലിയർ ആണ്. മാർജിനൽ പ്ലാസന്റേഷൻ. നോക്കൂ, എന്താണ് മാർജിൻസിലാണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. Placenta develop along the wall or margin of the ovary. ഇവിടെ നിന്നാണ് placenta develop ചെയ്യുന്നത്. And ovules are born on this. അപ്പോൾ ovules born on the marginal side. That is known as marginal placentation. And the next is axial placentation. The placenta develop in the central region. And the centerലാണ് placenta develop ചെയ്യുന്നത്. And ovules develop in the center. കണ്ടോ, ovules develop in the center. ഫ്രൂട്ട് മുറിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എവിടെ ഓവ്യൂൾ ഇരിക്കുന്നത്. അപ്പൊ പ്ലാസന്റ ഡെവലപ്പ് ഇൻ ദ സെൻട്രൽ റീജിയൻ ആൻഡ് ഓവ്യൂൾസ് ഡെവലപ്പ് ഇൻ ദ സെന്റർ. സെപ്റ്റാ പ്ലേസന്റയിൽ ഇവിടെ ക്രോസ് വാൾസ് കാണുന്നുണ്ട്. കണ്ടോ, ആക്സിയൽ പ്ലാസന്റേഷനിൽ ഇവിടെ കുറെ ക്രോസ് വാൾസ് കാണുന്നത്, കുറെ അറകളായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഇബിസ്കസില് അതുപോലെ ഓറഞ്ചില് ഒക്കെ കാണുന്നുണ്ട് ആക്സിയൽ പ്ലാസന്റേഷൻ. നെക്സ്റ്റ് പാരേറ്റൽ പ്ലാസന്റേഷൻ. കണ്ടോ, ovules develop on the peripheral part. Parietal peripheral. ആ PP എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. Peripheral part of the ovary. Ovary one chamber due to the formation one chamber and it seems to be two chamber due to the formation of a falsept. അപ്പോൾ ഇവിടെ ഒരു falsept ഉണ്ട്. നമ്മൾ കുറെ ചേംബർ ആണ് തോന്നുകയാണെങ്കിലും ovary സത്യത്തിൽ one chambered ആണ്. എക്സാമ്പിൾ മസ്റ്റാർഡ്. Okay, അതാണ് parietal. Ovules develop on the peripheral part of the ovary. Next, free central placentation. Ovules are born on the central axis. അപ്പൊ ഇത് axial placentation അതേപോലെ തന്നെയാണ്. Ovules are born on the central axis and the septa absent. Axial ഇവിടെ septa ഉണ്ടായിരുന്നു, ഇവിടെ septa absent ആണ്. എക്സാമ്പിൾ dianthus and primrose. Okay, then basal placentation. Basal placentation. In basal placentation, placenta develop the base of the ovary. Placenta basal എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. And a single ovule is attached to it. ഒരൊറ്റ ovule ആണ് ഇതിൽ കാണുന്നത്. അതിന് പറയുന്ന പേരാണ് basal placentation. Example sunflower, marigold. ഇതിലൊക്കെ കാണുന്നത് basal placentation ആണ്. Then next flower കഴിഞ്ഞ് ഇനി fruit ആയി മാറണം. After fertilization. Fertilization കഴിഞ്ഞാൽ ovary becomes fruit and ovule becomes seeds. Fruit formed without fertilization known as parthenocarpy. Fertilization നടക്കാണ്ട് ഫ്രൂട്ടുകൾ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അതിന് പറയുന്ന പേരാണ് parthenocarpy. ഇനി നമുക്ക് ഈ ഫ്രൂട്ടിൽ എന്തൊക്കെയാണ് പാർട്ടുകൾ നോക്കാം. ഫ്രൂട്ട് വാൾ അല്ലെങ്കിൽ പെരികാർപ്പ് എന്ന് പറയും. അപ്പൊ ഒരു ഫ്രൂട്ടിന്റെ വാള് ഔട്ടർ എപ്പികാർപ്പ് ഉണ്ടാവും, പുറമെ കാണുന്ന എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ് അല്ലെ. ഇപ്പൊ തേങ്ങയെ മാങ്ങയൊക്കെ ആലോചിച്ചാൽ മതി അല്ലെ. ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ് ആൻഡ് ഇന്നർ എൻഡോകാർപ്പ്. ഇപ്പൊ ഇതേപോലെ കോക്കനട്ട് ആണെങ്കിൽ മീസോകാർപ്പ് ഫൈബ്രസ് ആവും അല്ലെ, ചകിരി നാരുകൾ ഉണ്ടാവില്ലേ. മീസോകാർപ്പ് ഫൈബ്രസ് ആവും കോക്കനട്ടിൽ. മാംഗോ ആണെങ്കിൽ ഔട്ടർ തിൻ എപ്പികാർപ്പ്, ഏറ്റവും പുറമേയുള്ള മാങ്ങയുടെ തൊലി എപ്പികാർപ്പ്, മിഡിൽ ഫ്ലഷി എഡിബിൾ നമ്മൾ കഴിക്കുന്ന മീസോകാർപ്പ്, ഇന്നർ സ്റ്റോണി ആൻഡ് ഹാർഡ് എൻഡോകാർപ്പ്. അതാണ് മാംഗോന്റെ കേസിൽ കാണുന്നത്. സീഡ് ആണ്. സീഡ് മെയ്ഡ് അപ്പ് ഓഫ് സീഡ് കോട്ട് ആൻഡ് എംബ്രിയോ. സീഡിനുള്ളിൽ സീഡ് കോട്ട് ഉണ്ട്, എംബ്രിയോ ഉണ്ട്. സീഡ് കോട്ടിന് തന്നെ ഔട്ടർ കവറിങ്ങിന് പറയുന്ന പേരാണ് ടെസ്റ്റ. സീഡ് കോട്ട് കൺസിസ്റ്റ് ഓഫ് ടു പാർട്ട്, ഔട്ടർ ടെസ്റ്റ ആൻഡ് ഇന്നർ ടെഗ്മെന്റ്. ഇതും ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഔട്ടർ ടെസ്റ്റ ആൻഡ് ഇന്നർ ടെഗ്മെന്റ്. ഇനി ഇതിന്റെ മുകളിൽ അപ്പൊ പയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്കാർ കാണാം, ഒരു അടയാളം. സ്കാർ ഓൺ ദ സീഡ് കോട്ട് ത്രൂ വിച്ച് ഡെവലപ്പിംഗ് സീഡ്സ് ആർ അറ്റാച്ച് ദ ഫ്രൂട്ട്. ആ സ്കാറിന് പറയുന്ന പേരാണ് ഹൈലം. ഫ്രൂട്ടുമായിട്ട്
അറ്റാച്ച് ചെയ്യുന്ന ഒരു ചെറിയൊരു ഡാർക്ക് കളർ ആയിട്ടുള്ള ആ സ്കാറിനാണ് നമ്മൾ ഹൈലം എന്ന് പറയാം. ഹൈലത്തിന്റെ അവിടെ ചെറിയ ഓപ്പണിംഗ് ഉണ്ട്, മൈക്രോപൈൽ എന്ന് പറയാം. സ്മാൾ പോർ above the hilum known as micropyle. ഓക്കെ, ഡൈക്കോട്ട് എംബ്രിയോ ആണ് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളില് സീഡിന്റെ ഉള്ളിൽ എംബ്രിയോ ഉണ്ടാവും. ഈ എംബ്രിയോ ആണ് അടുത്ത കുഞ്ഞു പ്ലാന്റുകളായിട്ട് മാറാനുള്ളത്. എംബ്രിയോ സീഡ് കോട്ടിന്റെ ഉള്ളിൽ നല്ലോണം പ്രൊട്ടക്റ്റഡ് ആയിട്ട് കഴിയുന്ന, സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് എംബ്രിയോ. Dicot embryo has an embryonal axis in 2 cotyledons. Dicot embryo ക്ക് 2 cotyledons ഉണ്ട്. ഒരു embryonal axis. The portion of the embryonal axis above the level of cotyledon known as epicotyle. അപ്പൊ ഇതിന്റെ മുകളിൽ ഈ കോട്ടിലിഡന്റെ മുകളിലുള്ള പോർഷൻ പറയുന്ന പേരാണ് epicotyle, which develops into plumule and plumule becomes shoot system. അപ്പൊ എപ്പികോട്ടയിൽ നിന്നാണ് പ്ലിമ്യൂൾ ഉണ്ടാകുന്നത്. ആ പ്ലിമ്യൂളിൽ നിന്നാണ് ഒരു പ്ലാന്റിന്റെ ഷൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് മുളച്ചു വരുമ്പോൾ കേട്ടോ. അപ്പൊ അതും ഇങ്ങനെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഷൂട്ട് സിസ്റ്റം. And the portion of the embryonal axis below the level of cotyledon known as hypocotyle, which gives rise to radicle and root system. Below the level of cotyledon known as hypocotyle, which gives rise to radicle and becomes the root system. It consists of root cap. Okay. Then next, മോണോകോട്ട് സീഡ്. മോണോകോട്ട് സീഡ് എന്ന് പറഞ്ഞാൽ എൻഡോസ്പേം സീഡ് ആണ് മോണോകോട്ട് സീഡ്. അതായത് എൻഡോസ്പേം ഈ ഫ്രൂട്ട് സീഡ് ഡെവലപ്പ് ആയാലും അതിന്റെ ഉള്ളിൽ എൻഡോസ്പേം അവിടെ പ്രിസർവ്ഡ് ആയിട്ട് കാണുന്നതിന് പറയുന്ന പേരാണ് എൻഡോസ്പേംസ്. അതിൽ തന്നെ ഓർക്കിഡുകളിൽ നോൺ എൻഡോസ്പേംസ് ആയിട്ട് അത് മോണോകോട്ട് ആണെങ്കിലും. എംബ്രിയോ, ഇതിൽ ഈ മോണോകോട്ട് സീഡിന്റെ പ്രത്യേകത എംബ്രിയോ സ്മോൾ ആൻഡ് കണ്ടോ, മോണോകോട്ട് സീഡ് ഇതാണ് ഡയഗ്രാം. എംബ്രിയോ അതുപോലെ ഇവിടെ തന്നെ ഇതിന്റെ എൻഡോസ്പേം കാണുന്നുണ്ട്, എംബ്രിയോ കാണുന്നുണ്ട്. ഉണ്ടോ? അപ്പൊ നോക്കാം നമുക്ക്. ഉണ്ടോ എംബ്രിയോയുടെ ചിത്രം മക്കളെ? എംബ്രിയോ സ്മോൾ സിറ്റേഡ് ഇൻ എ ഗ്രൂ അറ്റ് വൺ എൻഡ് ഓഫ് ദി എൻഡോസ്പേം. ഒരു ചെറുതാണ്, അത് അതിന്റെ ഉള്ളിൽ സിറ്റേറ്റ് ചെയ്ത് ഇരിക്കുന്നു എംബ്രിയോ. ആൻഡ് ദെൻ ഔട്ടർ കവറിംഗ് ഓഫ് എൻഡോസ്പേം സെപ്പറേറ്റ്സ് എംബ്രിയോ ബൈ എ പ്രോട്ടീനേഷ്യസ് ലെയർ നോൺ ആസ് അല്യൂറോൺ ലെയർ. അതായത് എൻഡോസ്പേമിന്റെ ഔട്ടർ കവറിങ് എംബ്രിയോനെ ഒരു പ്രോട്ടീനേഷ്യസ് ലെയറുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. കേട്ടോ, ഈ ലെയറിന് പറയുന്ന പേരാണ് അല്യൂറോൺ ലെയർ. അല്യൂറോൺ ലെയർ. ആൻഡ് ദെൻ പിന്നീട് ലാർജ് ഷീൽഡ് ഷേപ്ഡ് കോട്ടിലിഡ, ഒരു കോട്ടിലിഡേ ഉള്ളൂ, അതിന് പറയുന്ന പേരാണ് സ്ക്യൂട്ടെല്ലം. അതും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൺ കോട്ടിലിഡൻ, ആ കോട്ടിലിഡന്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. പ്ലിമ്യൂൾ കവേർഡ് വിത്ത് എ ഷീറ്റ് നോൺ ആസ് കോളിയോപ്റ്റൈൽ ആൻഡ് റാഡിക്കിൾ വിത്ത് കോളിയോറൈസ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. പ്ലിമ്യൂളിന്റെ മുകളിൽ കാണുന്ന, കവർ ചെയ്ത് കാണുന്ന ഷീറ്റിന് പറയുന്ന പേരാണ് കോളിയോപ്റ്റൈൽ. പ്ലിമ്യൂൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യല കോളിയോപ്റ്റൈലും റാഡിക്കൽ കവേർഡ് വിത്ത് കോളിയോ. ലാസ്റ്റ് പഠിക്കാനുള്ളത് 3 ഫാമിലീസ്, ഫാബേസിയ, സോളനേസിയ, ലിലിയേസിയ, 3 ഫാമിലീസ് പഠിക്കാനുണ്ട്. അപ്പൊ അത് ബുക്കിൽ കറക്റ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ടേംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പൊ അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവുമ്പോൾ നിങ്ങൾക്ക് അവസാനമാകുമ്പോൾ ആകെ ബോർ അടിക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ ചുരുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം. ഓക്കെ. ഫാബേസിയയുടെ നമ്മൾ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലോറൽ ഡയഗ്രാം, ഫ്ലോറൽ ഫോർമുല നോക്കാം. അതിന്റെ ഫ്ലോറൽ ഡയഗ്രാം കണ്ടോ, നോക്കൂ ഇവിടെ വാൽവേറ്റ് ഈസ്റ്റുവേഷൻ കണ്ടോ, ഇങ്ങനെയാണ് ഫ്ലോറൽ ഡയഗ്രാം വരക്കുന്നത്. ദെൻ ഇവിടെ നോക്കൂ ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ കാണുന്നുണ്ട്, ദെൻ അല്ല ഇംബ്രിക്കേറ്റ്, ദെൻ പിന്നീട് നോക്കൂ അപ്പൊ ഇവിടെ ആൻഡ്രേഷ്യൻ കാണുന്നുണ്ട്, ഗൈനേഷ്യൻ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇങ്ങനെ ഫ്ലോറൽ ഡയഗ്രാം. അതുപോലെ ഫ്ലോറൽ ഫോർമുല എഴുതുമ്പോ ബ്രാക്റ്റ് ഉണ്ട്, പിന്നെ സൈഗോമോർഫിക് ആണ്, അതുപോലെ ബൈസെക്ഷൽ ആണ്. കാലിക്സും ആൻഡ്രേഷ്യൻ ഗൈനേഷ്യൻ കാണുന്നുണ്ട്. കാലിക്സ് കെ 5 എണ്ണം ഉണ്ട്, 5 ഇതളുകളുണ്ട്. അത് തന്നെ ഗ്യാമോ ആണ്, ഫ്യൂസർ ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഇടും. കൊറോള എന്താണ്, 5 ഇതളുകളുണ്ട്, ഒന്ന് വലുത് അല്ലെ, പാപ്പിലോണേഷ്യസ് ഈസ്റ്റിവേഷൻ ആയതുകൊണ്ട് ഒന്ന് വലുത്. ദെൻ അത് കഴിഞ്ഞിട്ട് 2, പിന്നീട് 2, അങ്ങനെ 5 എണ്ണമായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് 2 എണ്ണം ഫ്യൂസ്ഡ് ആണ്. അതാണ് ആ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ളത്. ദെൻ ആൻഡ്രീഷ്യം അതിൽ ഡയാഡൽഫസ് ആണ്, 9+1 അല്ലെ, 9 എണ്ണം, പിന്നീട് ഒറ്റ എണ്ണം ഉള്ളത്. ദെൻ ഗൈനീഷ്യം
സുപ്പീരിയർ ഓവറി ആണ് കാണുന്നത്, അതാണ് താഴെ വര വരച്ചിട്ടുള്ളത്. ഓവറി എല്ലാറ്റിന്റെ മുകളിലാണ് കാണുന്നത്, ജി അല്ലെ. ഗൈനീഷ്യം ഒരു 1 കാർപ്പിലാണ് കാണുന്നത്. ഫാബേസിയെ ഇനി സോളനേസി എടുത്തു കഴിഞ്ഞാൽ സോളനേസിയയിലും ഇതേപോലെ കണ്ടോ വാൽവേറ്റ് ഈ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലോറൽ ഫോർമുല എടുക്കുമ്പോൾ ആക്ടിനോമോർഫിക് ആണ്, ഫ്ലവർ ബൈസെക്ഷൽ ആണ്. കാലിക്സ് അതിന്റെ സപ്പൽസ് ഫ്യൂസ്ഡ് ആണ്. ഗ്യാമോസെപ്പാലസ് കൊറോള അത് പെറ്റൽസ് ഫ്യൂസ്ഡ് ആണ് അല്ലെ. ഗ്യാമോ പെറ്റാലസ് ആണ്. ആൻഡ്രീഷ്യം ഉണ്ട്, 5 എണ്ണമാണ് സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത്. കൊറോളയും ആൻഡ്രീഷ്യം തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ഗൈനീഷ്യം ഇതേപോലെ തന്നെ സുപ്പീരിയർ ആണ്. 2 കാർപ്പിൽസ് ആണ് ഉള്ളത്. സോളനേസിയയില് ലിലിയേസിയയില് ബേസ് എടുത്തു കഴിഞ്ഞാല് ലിലിയേസിയയില് ഇതേപോലെ തന്നെ ബ്രാക്റ്റുകൾ കാണുന്നുണ്ട്. പിന്നീട് ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. പെരിയാന്താണ്, കാൽസ്യം കൊറോളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരേപോലത്തെ പെരിയാന്തുകളാണ് കാണുന്നത്. P3+3 കണ്ടോ 3 3. അതേപോലെ തന്നെ 3+3 ആണ് ആൻഡ്രീഷ്യം ഉള്ളത്. ഗൈനീഷ്യം ഇതേപോലെ തന്നെ ജി ഹൈപ്പോഗൈനസ് ആണ് ഗൈനീഷ്യം. പിന്നീട് അപ്പൊ ഇത്രയാണ് നമുക്ക് ഫാമിലിയിൽ പഠിക്കാനുള്ള. പിന്നീട് അതിന്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ജസ്റ്റ് വായിച്ചോളൂ. ഇതോട് കൂടിയിട്ട് നമ്മുടെ മോർഫോളജി വളരെ ക്വിക്ക് റിവിഷൻ കഴിയണം. ഓക്കെ.